ഈശ്വരാനുഗ്രഹം കൂടി നിൽക്കുന്ന സമയമാണ്. വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ കിട്ടും. ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിത്തേഷാം ഈ ലാഭോ ഭവേൽ എന്നാണ്. അപ്പം വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീട് വയ്ക്കാനും ഫ്ലാറ്റ് വില്ല ഇതൊക്കെ വാങ്ങിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാനും ഉപയോഗമുണ്ട്. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ വേഴത്തിൻ്റെ അനുകൂലമായ സഞ്ചാര കാലം കൊണ്ട് നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കും. ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. അപ്പം അത് നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആ നാളുകാർക്കും കൂറുകാർക്കും വളരെയധികം നേട്ടങ്ങൾ തന്നെ. ഇപ്പോൾ വേഴൻ ഭരണി നക്ഷത്രക്കാർക്ക് ആ 4ലും 5ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 2026 6-ാം മാസം 2-ാം തീയതി മുതലാണ് വേഴൻ രാശി മാറി മിഥുനത്തിൽ നിന്ന് കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നത്. 2027 6-ാം മാസം 26-ാം തീയതി വരെയാണ് കർക്കിടകൻ രാശി ഉള്ളതെങ്കിലും 10-ാം മാസത്തിൽ ഒരു മാറ്റമുണ്ട് വേഴത്തിന്. 6-ാം മാസത്തിലും ഒരു മാറ്റമുണ്ട്. 6-ാം മാസത്തിൽ വേഴൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിൽ വരും. 10-ാം മാസത്തിൽ ചിങ്ങത്തിൽ നിന്ന് വീണ്ടും കർക്കിടകത്തിൽ വരും. വീണ്ടും 2027 6-ാം മാസം 26-ാം തീയതി വരെ കർക്കിടകൻ രാശിയിൽ നിന്നിട്ട് വീണ്ടും ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് വേഴത്തിൻ്റെ മാറ്റം. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് 4ലും 5ലുമാണ് വേഴഗ്രഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്നത് മാതാ സുഹൃത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനമാസനം ജാളത്യമമ്പും ശയനം ചവൃത്തിയും പശ്വാധികം ജന്മഗ്രഹം ചതുർത്ഥാത്. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് നല്ല ഐശ്വര്യ പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. അമ്മമാരുടെ പ്രീതി, പൂർവിക സ്വത്ത് വകകളിലൊക്കെ കിട്ടും. മാതൃസൗഖ്യം കൂടുതൽ കിട്ടുന്നതാണ്. ഇപ്പോൾ അമ്മമാരുടെ പ്രീതി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. ചില സമയത്ത് അമ്മയും അച്ഛനും ഒക്കെ കലവിച്ചൊക്കെ ഇരിക്കുന്ന കുടുംബക്കാരാണെങ്കിൽ അമ്മയെ പോയി കാണണം. മാതാവിൻ്റെ ശാപം ഒരിക്കലും ഏൽക്കാൻ നമ്മൾ തയ്യാറാവരുത്. നമ്മളെ പെറ്റ് വളർത്തി സ്നേഹത്തോടു കൂടി കൊണ്ടു നടന്നിട്ട് പെട്ടെന്നൊരു വഴക്കുണ്ടായി അടിച്ചുരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവരുടെ ശാപം വലിയ ശാപമാണ്. മാതാവിൻ്റെ പ്രീതി കിട്ടും. അവരുടെ കയ്യിരിക്കുന്ന സ്വത്ത് വകകളൊക്കെ കിട്ടും. പൂർവിക വസ്തുക്കൾ കിട്ടും. സുഹൃത്തുക്കളും നല്ല സുഹൃത്തുക്കൾ നമുക്ക് കിട്ടും. നമുക്ക് ഇത്രയും നല്ല സുഹൃത്തിനെ എവിടെ വെച്ച് കിട്ടിയെന്ന് നമുക്ക് സംശയം വരും. നല്ല സുഹൃത്തുക്കളെ കിട്ടും. അവരിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ, സന്തോഷങ്ങൾ കിട്ടും. മാതുലൻ അമ്മാവന്മാരുടെ പ്രീതി കിട്ടും. ക്ഷേത്രം സുഖം വാഹനമാസനം വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ കിട്ടും. ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിത്തേഷാം ഈ ലാഭോ ഭവേൽ എന്നാണ്. അപ്പം വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീട് വയ്ക്കാനും ഫ്ലാറ്റ് വില്ല ഇതൊക്കെ വാങ്ങിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാനും ഉപയോഗമുണ്ട് ക്ഷേത്രം. അതേപോലെ സുഖമെന്ന് വെച്ചാൽ എല്ലാ അസുഖങ്ങളും മാറി നല്ല സുഖങ്ങൾ കിട്ടും. അസുഖങ്ങൾ മാറി സുഖം കിട്ടും. മനസ്സുഖം കിട്ടും. ശരീരസുഖം കിട്ടും. ജീവിത നേട്ടങ്ങൾ കിട്ടും. വാഹന അഭിവൃദ്ധികൾ കിട്ടും. വാഹനങ്ങളുണ്ടെങ്കിലും വാഹനം നമുക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഉള്ള വാഹനങ്ങൾ നല്ല രീതിയിലൊക്കെ ശരിയാക്കിയെടുക്കാനോ ഒക്കെ ഉള്ള യോഗങ്ങൾ, വാഹനങ്ങൾ നിമിത്തമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ. ശയനാസനാണ് നമുക്ക് ഗ്രഹ ഉപകരണങ്ങൾ, കട്ടിലും മേശയും മറ്റ് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ യോഗമുള്ളപ്പോഴേ വാങ്ങിക്കാൻ പറ്റൂ. പാത്രങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ യോഗം വരും. വാഹനമാസൻ്റെ ഇരിപ്പാടവും കിടക്കാടും ഒക്കെ ഉണ്ടാവും. ഒരു പൈസയും വീട് വയ്ക്കാനില്ലാത്തവർക്ക് പല സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുമൊക്കെ വീടും വസ്തുവും കെട്ടിടമൊക്കെ കിട്ടും. അങ്ങനെ നല്ല സന്തോഷവും സമൃദ്ധിയൊക്കെ കിട്ടി ഒരു ഗതി ഇല്ലാത്തവർക്കും പുരോഗതി കിട്ടുന്നതും അധോഗതി മാറിക്കിട്ടുന്നതുമായ ഘട്ടമാണ് വേഴഗ്രഹം 4ൽ സഞ്ചരിക്കുന്നത്. അത് 6-ാം മാസത്തോടു കൂടി നമുക്ക് കർക്കിടകത്തിൽ നിന്നും ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ 5ൽ വരും. 5ൽ വരണത് നല്ലതാണ്. കാരണം വേഴ 5 വരുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യന്തീ പ്രതിബോധയസ്യ മന സന്തുഷ്ടസ്യ പുണ്യോദയനാണ്.
സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് നല്ല സന്താന സൗഭാഗ്യം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് മരുന്ന് മാത്രം പോരാ, മന്ത്രവും കൂടെ ജപിച്ചോളാം. മന്ത്രം, മരുന്നും ഇതൊക്കെ ചെയ്യുമ്പോൾ സന്താനങ്ങളെ കിട്ടാനുള്ള യോഗം, സന്താനം ജനിക്കാനുള്ള യോഗം, ഉള്ള മക്കൾക്ക് ആരോഗ്യം അഭിവൃദ്ധിയും കിട്ടാൻ യോഗം, മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ ഉയർച്ച കിട്ടുന്ന സന്താനത്തിന് മാത്രമല്ല വ്യക്തിക്കും ഐശ്വര്യ പ്രവൃത്തിയും കിട്ടാനുള്ള യോഗം. മനസന്തുഷ്ടിച്ച പുണ്യോദേ, മനസ്സിന് സന്തോഷം, പുണ്യം ഇതൊക്കെ കിട്ടും. പുണ്യം എന്ന് വെച്ചാൽ നമുക്ക് വിശിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും, അതേപോലെ പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടനങ്ങളൊക്കെ നടത്താനും, ദൈവികപരമായ കാര്യങ്ങൾ നടത്താനും, കുടുംബക്ഷേത്രങ്ങൾ ദേവകാര്യങ്ങളൊക്കെ പുനരുദ്ധരിക്കാനും, മതപരമായിട്ടുള്ള നേർച്ചകളും പൂജകളും ഒക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അല്ലെങ്കിൽ കാശിയിൽ രാമേശ്വരത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ നേടാനും ജയിക്കാനും ഒക്കെ ഉള്ള യോഗവും ദൈവിക കടാക്ഷങ്ങൾ പൂർണ്ണമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൂടി നിൽക്കുന്ന സമയമാണ്. കാരണം ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഉന്നതിയിലെത്താൻ പറ്റും. ഏതൊരു കോടീശ്വരൻ്റെ അല്ലെങ്കിൽ ഏതൊരു വിജയിയുടെയും കൂടെ ഒരു അമ്പലമോ ദൈവങ്ങളോ ഉണ്ടായിരിക്കും. ആരെ വേണമെങ്കിലും നിങ്ങൾക്കത് നോക്കാം, അതറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പവർ യൂണിറ്റാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് നല്ല ഉദ്യോഗം, അധികാരം, സന്തോഷം, സമൃദ്ധി, പുരോഗതി ഇതൊക്കെ കിട്ടും. അങ്ങനെ പുത്രസ്യ ലാഭം അഥവാ ആരോഗ്യം, ഈനച്ച ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കും. പ്രതിബോധയച്ച, പ്രതിഭ എന്ന് വെച്ചാൽ കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയി ഉന്നത വിജയം നേടി വരുന്ന ആളാണ് പ്രതിഭാശാലികളാണെങ്കിലും ഒരു പരീക്ഷയ്ക്കും മത്സരത്തിനും പോകുന്ന ഒരാളിനും അയാൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് വിജയം നേടാൻ പറ്റുന്ന സമയമാണ്. ചെറിയ ഒരു ബിസിനസ് തുടങ്ങിയാലോ, നമുക്കറിയാവുന്നുള്ള തൊഴിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് തോന്നിയാലോ, എന്തെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചാലോ അത് വളരെ വിജയകരമായ നേട്ടങ്ങൾ നമുക്ക് മുമ്പ് കൊണ്ട് എത്തിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ചെറിയ പരിപാടികൾ ചെയ്താലും വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു യോഗമുള്ള സമയമാണ്. പരീക്ഷയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം എഴുതുന്ന ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും ഉന്നത മാർക്ക് കിട്ടാനും, നമുക്ക് സെലക്ഷൻ കിട്ടാനും, അംഗീകാരം കിട്ടാനും, അതേപോലെ എവിടെ ചെന്നാലും നമുക്ക് ഐശ്വര്യങ്ങൾ, നല്ല ജോലി കിട്ടാൻ, വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ PR കിട്ടാൻ, അതേപോലുള്ളതായിരിക്കുന്ന സിറ്റിസൺഷിപ്പ് കിട്ടാനൊക്കെ നമുക്ക് യോഗമുള്ള ഒരു സമയമൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഇങ്ങനെ പുതിയൊരു ജോലിയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്താൽ ഉള്ള ജോലിയിലും മെച്ചം കിട്ടുന്ന സമയമാണ്. ഇത് കളഞ്ഞിട്ട് വേറൊരു ജോലി കിട്ടണമെന്ന് ചാടി ഓടി പോകണമെന്നില്ല. ഉള്ള ജോലിയിലും നല്ല പ്രൊമോഷനും സാലറിയും പ്രോഫിറ്റും കമ്മീഷനും ഒക്കെ കിട്ടാനും ടാർഗറ്റ് കിട്ടാനും, വലിയ ഉദ്യോഗസ്ഥരിക്കുന്നവർക്കും ഡോക്ടർമാർക്ക് പോലും ടാർഗറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടാർഗറ്റ് കിട്ടാനും നമ്മുടെ തൊഴിലിനെ സേഫാക്കാനും നല്ല രീതിയിൽ നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ യോഗമുള്ള ഒരു ഘട്ടവും കൂടിയാണ് ഈ വേഴഗ്രഹം 5 സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം സർവ്വ ഈശ്വരകാരകനാണ്. സർവേശ്വരാണാം ഗുരു എന്നാണ്. സർവ്വ ഈശ്വര ചൈതന്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വേഴൻ. അതേപോലെ നമ്മൾക്ക് കഴിവും അറിവും ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നാലും ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്ന സമയത്തും ഉള്ള സമയത്തും മാത്രമേ നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടും. ഭാഗ്യമാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാഗ്യമുള്ളവർക്ക് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ഇപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് വാരി കോരി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഈ സമയം. അതുകൊണ്ട് എന്ത് കാര്യത്തിന് പോയാലും അതൊക്കെ വിജയിക്കും. വേഴനെന്ന് പറയുന്നത് ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചമന്ത്രത്വം നയവും വസയും ഗുരു. അപ്പോൾ ബുദ്ധി കിട്ടും. നമുക്ക് ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ബുദ്ധി തന്നിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ച് മാത്രമേ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റൂ. പെട്ടെന്ന് മറവി സംഭവിച്ചു പോയി ബുദ്ധിക്ക് കേട് വന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷ പോലും ചൊവ്വേ നേരെ എഴുതാൻ പറ്റാതെ ബുദ്ധി കിട്ടും.
പുത്രരും മക്കളെ കിട്ടും, സ്നേഹം കിട്ടും, ദേഹം കിട്ടും. ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും പുഷ്ടിയും ഒക്കെ നമുക്ക് കിട്ടും. ദേഹസ്ഥ സൗഷ്ഠവ്യ സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖോ എന്നാണ്. ദേഹസ്ഥ സൗഷ്ഠവ്യ പുഷ്ടിയും സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ സുഖം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. സ്വാസ്ഥ്യമല്ലാത്തതിനെയാണ് അസ്വാസ്ഥ്യം എന്ന് പറയുന്നത്. സ്വാസ്ഥ്യമല്ലാത്തത് അസ്വാസ്ഥ്യം. സ്വാസ്ഥ്യമൊക്കെ തന്നെ എന്ന് പഴയ കാരണന്മാർ ചോദിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ. ആ വാക്കിപ്പം ഇല്ലാത്തതുപോലെയാണ് തോന്നുന്നത്. വേഗസ്ഥ സൗഷ്ഠവ്യ സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം. അപ്പോൾ ശ്രേയസ്സും യശസ്സും സുഖവും ജയോ ബഭുഷ്ട സസ്വം, എല്ലാ കാര്യത്തിനും ജയവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ് ഈ വേഴഗ്രഹത്തിൻ്റെ സഞ്ചാരകാലം കൊണ്ട് ഉള്ളത്. ബുദ്ധിയും ബുദ്ധതും സ്നേഹദേഹം അർത്ഥം ഗുരുത്വം. നമുക്ക് പൈസ കിട്ടും, ഗുരുത്വം കിട്ടും. ഗുരുത്വം എന്ന് വെച്ചാൽ മാതാ പിതാ ഗുരു ദൈവം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് എല്ലാ അനുകൂലങ്ങളും സഹായങ്ങളും കിട്ടും. നിങ്ങളൊരു പഠിക്കാൻ പോയാത്ത ലെക്ചറർമാരുടെയും പ്രൊഫസർമാരുടെയും സഹായങ്ങളെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. അവരുടെ സ്നേഹം കൊണ്ട്, നമ്മളെ സന്തോഷം കൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയത്ത് നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കരുത്. ഉള്ള ജോലിയും വസ്തുക്കളും സ്ഥലങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വിറ്റുപറയ്ക്ക് വേറെ വാങ്ങിക്കണേ കുഴപ്പമില്ല. ഉള്ള വീടും വസ്തുവൊക്കെ വിൽക്കണമെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷെ എങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ച എന്തുകൊണ്ടും പറ്റുന്ന ഘട്ടമാണ്. പിള്ളേർക്കും വിദ്യയും വിവാഹവും ജയവും ഭാഗ്യവും പ്രവൃത്തിയൊക്കെ കിട്ടുന്ന സമയം. അങ്ങനെ അമ്മക്കും ബുദ്ധിയും ശക്തിയും അറിവും കഴിവും വർദ്ധിച്ചു വരുന്ന സമയം. അങ്ങനെ എല്ലാ തരത്തിലും വേഴത്തിൻ്റെ ഒരു സഞ്ചാരം നമ്മുടെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളാണ്. കാരണം 12 വർഷത്തിലൊരിക്കലാണ് വേഴ ഈ 4-ലും ഈ 5-ലും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 4-ലും 5-ലും ഒക്കെ വരുമ്പോൾ 4 വരുമ്പോൾ വീടും വസ്തുവും കെട്ടോടും, 5 വരുമ്പോൾ സന്താനമൊക്കെയാണ്, ജോലി അധികാരമൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് മാപ്പിള വേണ്ട, പണ്ടാട്ട് വേണ്ട, മക്കൾ വേണ്ട എന്ന് വിചാരിക്കല്ലോ. ഈ ഭാഗ്യം കിട്ടുന്ന സമയത്താണ് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളത്. ഇല്ലാതെ നമുക്കൊരു മാങ്ങാക്കാലം വരുമ്പോൾ ഇഷ്ടംപോലെ മാങ്ങാപ്പഴം നമുക്ക് വാങ്ങിക്കാനും നമ്മളെ മാവിലും കിട്ടും, അല്ലാതെയും കിട്ടും. പക്ഷേ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ അതിൽ നിന്നൊരു മാങ്ങാപ്പഴം വേണമെന്ന് വിചാരിച്ചാൽ കിട്ടൂല. അതേപോലെ ഭാഗ്യം ഉള്ള സമയത്ത് നേട്ടങ്ങൾ, നല്ല വിദ്യ, നല്ല വിവാഹം, നല്ല ഉദ്യോഗം ഇതൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സമയത്ത് എനിക്ക് ഉദ്യോഗം വേണ്ട, വിവാഹം വേണ്ട, മക്കളിപ്പോൾ ശരിയാവൂല എന്ന് തോന്നി ഇതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാൻ പോയാൽ പഠിത്തത്തിൽ നല്ല ഉന്നതി കിട്ടും, വിജയം കിട്ടും. പക്ഷെ പൈസയും ശമ്പളവും ജോലിയൊക്കെ കിട്ടാനുള്ള സമയമാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ കാര്യങ്ങൾക്ക് വിചാരിച്ചപ്പോൾ ജോലി വരെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് പഠിച്ച് റെഡിയായി വരുമ്പോൾ ചിലപ്പോൾ ജോലിയുടെ അവസരം കിട്ടാതെ. അപ്പോൾ ഓരോന്ന് കിട്ടാൻ നമുക്ക് യോഗമുള്ള സമയത്ത് നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിൻ്റെ പുറകെ പോകുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ പരാജയം നമ്മളെ ചുറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ വിജയിച്ച് നേടാൻ ശ്രമിച്ചാൽ നേടാൻ പറ്റും. പിന്നെ ജാതകം നോക്കണം. ചില ജാതകത്തിൽ ഭാഗ്യമില്ലാത്തവരുണ്ട്, ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവരുണ്ട്, പൂർവ്വജന്മദോഷങ്ങളുള്ളവരുണ്ട്. അവർക്കൊക്കെ എത്ര വേഴം മാറിയാലും ശനി മാറിയാലും ജീവിതത്തിൽ ഒരു മാറ്റവും വരാത്തവരുണ്ട്. അപ്പം അവർക്ക് ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് ചെറിയ ദോഷങ്ങളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും മാറും. ഇത്തിരി വലിയ ദോഷങ്ങളൊക്കെ ആണെങ്കിൽ പൂജകൾ കൊണ്ടും മാറും. അപ്പം അത് നിങ്ങളെ ജാതകം പരിശോധിച്ച് നോക്കണം. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, വീസ് ഇതൊക്കെ അയക്കേണ്ടതായിട്ടുണ്ട്. വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. കാള് ചെയ്യാൻ പാടില്ല. കാരണം തിരക്കിലിരിക്കുമ്പം വിളിച്ചിട്ട് ഒരു ചെറിയ കാര്യം അറിയാനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കാര്യം ഞാൻ പറയണമെങ്കിൽ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾ പറയണമെങ്കിൽ അവരുടെ ജാതകം, അവരുടെ ഗ്രഹസ്ഥിതി ഇതൊക്കെ ഗണിച്ച് നോക്കണം. നമ്മൾ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയാൾ വിളിച്ചനൊക്കെ അയാൾ നല്ല രീതിയിൽ ഞങ്ങളോട് പെരുമാറിയില്ല, ചോദിച്ചനൊക്കെ അയാൾ കട്ട് ചെയ്ത് കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ചില കുറ്റങ്ങൾ പറയാൻ എളുപ്പമാണ്. പക്ഷേ കാര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച എല്ലാ വിനകളും നമുക്ക് തീർച്ചയായിട്ട് മാറിക്കിട്ടാനും നല്ലത് വരാനും ഉള്ള ചാൻസ് ഉണ്ട്. കാലഭൈരവ സ്വാമിയെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോളണം. കാരണം പശുതിക്കും ഭരണിക്കൊക്കെ 7 ശനി ഉണ്ട്. അപ്പോൾ ശനിയുടെ പിന്നെ പിതാവാണ് ശരിക്കും കാലൈ. അപ്പോൾ കാലഭൈരവ സ്വാമി പയിച്ച ശനിയുടെ ദോഷങ്ങൾ കൂടുതൽ നമുക്ക് ബാധിക്കൂല. ഹനുമാനെയും ശാസ്താവിനെയും മുരുകസ്വാമിയും
കാലഭൈരവനെ കൂടെ ഒന്ന് പയിച്ചോളണം. അത് വേഴമാറ്റം കൊണ്ട് ഗുണം കിട്ടുമെങ്കിലും ശനിയുടെ കുഴപ്പങ്ങളും നമ്മളെ പുറക്കെ നിഴല് പോലെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ലത് വരട്ടെ എന്ന് കാലഭൈരവനോടും പത്മനാഭസ്വാമിയോടുകൂടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബദേവന്മാരെയും പിതൃക്കളെയൊക്കെ പ്രാർത്ഥിച്ച് അവർക്ക് നിവൃത്തിയുള്ളതായ വഴിപാടുകളും ദർശന പൂജകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിനകൾ തീർച്ചയായിട്ടും മാറി നല്ലത് വരും. അങ്ങനെ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.